ഇന്ത്യാസ് ഗോഡ് ലേറ്റന്റ് പരിപാടിയിൽ നടത്തിയ വിവാദ പരാമർശത്തിനു പിന്നാലെ പോലീസ് കേസെടുത്തത് രൺവീർ അല്ലാബാദിയുടെ വ്യക്തിജീവിതത്തെയും ബാധിച്ചതായാണ് റിപ്പോർട്ട്. ഷോയിൽ നടത്തിയ അശ്ലീല പരാമർശത്തെ തുടർന്ന് രൺവീറും കാമുകി നിക്കി ശർമ്മയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതായും ഇരുവരും വേർപിരിഞ്ഞുവെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ ബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ലെങ്കിലും ഇരുവരും ദീർഘകാലമായി ഡേറ്റിംഗിലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പരിപാടിക്കിടെ ഒരു മത്സരാർത്ഥിയോട് രൺവീർ അല്ലാബാദിയ ചോദിച്ച ചോദ്യമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. പരിപാടികളിലെ വിധികർത്താക്കളിൽ ഒരാളായിരുന്നു രൺവീർ. ഇനിയുള്ള ജീവിതം നിങ്ങൾ മാതാപിതാക്കളുടെ ലൈംഗിക രംഗം ദിവസേന നോക്കി നിൽക്കുമോ അതോ അവർക്കൊപ്പം ചേർന്ന് എന്നേക്കുമായി ഈ പരിപാടി അവസാനിപ്പിക്കുമോ എന്നാണ് രൺവീർ മത്സരാർത്ഥിയോട് ചോദിച്ചത്. ഈ വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായത്. പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളാണ് രൺവീരിനും ഷോയിലെ മറ്റ് വിധികർത്താക്കൾക്കുമെതിരെ ഉയർന്നത്. ഇതോടെ രൺവീർ ക്ഷമ ചോദിച്ച് രംഗത്തെത്തിയിരുന്നു. ഷോയിൽ അശ്ലീലം പ്രോത്സാഹിപ്പിക്കുകയും ലൈംഗികത പ്രകടമാക്കുന്നതും അശ്ലീലവുമായ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തതിന് രൺവീറിനൊപ്പം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സമി റൈന, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അപൂർവ മഖിജ, ആശിഷ് ചഞ്ചലനി, ജസ്പ്രീത് സിംഗ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം വിവാദമായ എപ്പിസോഡ് യൂട്യൂബ് നീക്കവും ചെയ്തിട്ടുണ്ട്. 2008 IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരമാണ് എപ്പിസോഡ് നീക്കം ചെയ്തത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.